ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക, സൂര്യനെയും ചന്ദ്രനെയും ഒരു ദിവസം മുഴുവൻ നിശ്ചലമാക്കി നിർത്തുന്നതാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ അവൻ പറഞ്ഞു, സൂര്യ, നീ ഗിബിയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോണിൻ്റെ താഴ്വരയിൽ നിൽക്കുക. ചന്ദ്രനെയും സൂര്യനെയും നിശ്ചലമാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ തൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ സൂര്യൻ ആകാശ മധ്യേ നിൽക്കുകയാണ്. ഒരു മനുഷ്യന് വാക്ക് കേട്ട് കർത്താവ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. ആ ദിവസം പോലെ വേറൊരു ദിവസം ഇതിനു മുൻപും ഇതിന് പിന്നീടും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നമ്മൾ കണ്ടത്. സകലതിനെയും സൃഷ്ടിച്ചവനായ ദൈവം ആ പ്രകൃതി ശക്തികളെ, സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കുവാൻ അവിടത്തേക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, പ്രകൃതിയെ മുഴുവൻ രൂപപ്പെടുത്തിയത് അവിടുന്നാണ്. ചന്ദ്രനെയും സൂര്യനെയും നിശ്ചലമാക്കുവാൻ അങ്ങേക്ക് കഴിയും. ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് സമാശ്വാസം പകരുകയും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അങ്ങേക്ക് അത്ഭുതകരമായ രീതിയിൽ നടപ്പിൽ വരുത്തുവാൻ കഴിയും. ദൈവമേ, ഭവനം പണിയുവാൻ ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ല, മക്കളെ കെട്ടിച്ചയക്കുവാൻ ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ല, എത്ര അധ്വാനിച്ചാലും കൂടുകയില്ല. എന്നാൽ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഇവയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം ഞങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ചതുപോലെ നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ നിരന്തരം വർഷിക്കാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.